കയ്യിൽ ചൂടുവെള്ളം വീണിട്ടും കൈ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സെറ്റും മുണ്ടിൻ്റെ നേരിയതാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ധാവണിയൊക്കെ ഉടുക്കാൻ നേരം നമുക്ക് ഷോളായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് കണ്ടപ്പോൾ കഫ്താനാണ് തോന്നിയെങ്കിലും ഈ ടൈമിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അതായത് സിമ്പിളായിട്ട് വേറെ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ഷോളിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അളവ് തുണി മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൂടെ നേരത്തെ നമ്മൾ മുണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം നടത്തിയത്. അതിൻ്റെ ബാലൻസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ലൈനിങ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഷോൾഡർ ഭാഗം തയ്ച്ചു തുടങ്ങി. പിന്നെ കൈക്കുഴി മുതൽ താഴത്തോട്ടുള്ള ഭാഗവും കൂടി തയ്ച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൈ വെക്കാനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാലൻസ് ആയിട്ട് നമ്മൾ സൈഡ് പോർഷനിൽ വന്ന തുണിയും കൂടി കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് ഭാഗം കട്ട് ചെയ്യുന്നത്. രണ്ട് കൈയിലോട്ടുമാണ് ചൂടുവെള്ളം വേണമെങ്കിലും വലത് കൈക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ ഇടത് കൈ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വേദനയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തയ്ക്കാനുള്ള തോര കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം കഴുത്ത് നമ്മൾ ചെറിയൊരു ബാക്കിൽ കോളറൊക്കെ വെച്ചിട്ട് സെൻറ്റർ പോർഷനിൽ കൂടി ഒരു കട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവസാന ലുക്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ കുറേ കുഞ്ഞു പീസിൽ നിന്ന് നമുക്ക് കൈ വെക്കാനുള്ള കര വരുന്ന രീതിയിൽ ചെറിയൊരു പീസൊക്കെ സെറ്റ് ചെയ്തു. പുറകെ ഈ കോളറും കൂടി അറ്റാച്ച് ചെയ്തപ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ഒരു കുട്ടി നേരിയതിൽ നിന്നിട്ടാണ് നമ്മളിത് ഈ ഒരു ഫൈനൽ ലുക്കിലോട്ട് എത്തിച്ചേർന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, അതും ഏറ്റവും നല്ല ഭംഗിയിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം വലിയ ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.